ആഗോള രാഷ്ട്രീയത്തിൽ സഖ്യങ്ങളും സൗഹൃദങ്ങളും എപ്പോഴും മാറിക്കൊണ്ടിരിക്കാറുണ്ട്. എന്നാൽ ചില ബന്ധങ്ങൾ ചരിത്രപരമായ വിയോജിപ്പുകളെയും പ്രാദേശിക സമ്മർദ്ദങ്ങളെയും അതിജീവിച്ച് കൂടുതൽ ശക്തമായി മുന്നോട്ട് പോകാറുണ്ട്. അത്തരത്തിലൊന്നാണ് ഇന്ത്യയും ഇസ്രയേലും തമ്മിലുള്ള തന്ത്രപരമായ പങ്കാളിത്തം. ആഗോളതലത്തിൽ ഇസ്രയേൽ വലിയ രീതിയിലുള്ള നയതന്ത്ര വിമർശനങ്ങളും ഒറ്റപ്പെടലുകളും നേരിടുന്ന വർത്തമാനകാല സാഹചര്യത്തിൽ തങ്ങൾക്ക് ലഭിക്കുന്ന ഏറ്റവും ശക്തമായ ആത്മവിശ്വാസം ഇന്ത്യയിൽ നിന്നാണെന്ന് പരസ്യമായി പ്രഖ്യാപിക്കുകയാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. വെസ്റ്റ് ബാങ്കിൽ നടന്ന ഒരു ഔദ്യോഗിക പരിപാടിയിൽ സംസാരിക്കവെയാണ് ഇന്ത്യയും ഇസ്രയേലും തമ്മിലുള്ള ബന്ധത്തെ ഭ്രാന്തമായ സ്നേഹം എന്ന് നെതന്യാഹു വിശേഷിപ്പിച്ചത്. ലോകത്തിന്റെ പല ഭാഗങ്ങളിലും തങ്ങൾക്കെതിരെ ബഹിഷ്കരണ ആഹ്വാനങ്ങൾ ഉയരുമ്പോഴും ഇന്ത്യയിൽ തങ്ങൾക്ക് വലിയ സ്വീകാര്യതയുണ്ടെന്നും 140 കോടി ജനങ്ങളുള്ള ഇന്ത്യയിലാണ് തനിക്ക് ആഗോള തലത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് ഉള്ളതെന്ന് താൻ വിശ്വസിക്കുന്നതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ച നെതന്യാഹുവിൻ്റെ ഈ പ്രസ്താവന കേവലം ഒരു വൈകാരിക പ്രകടനമല്ല, മറിച്ച് ദശാബ്ദങ്ങളായി ഇരു രാജ്യങ്ങളും തമ്മിൽ രൂപപ്പെടുത്തിയെടുത്ത ശക്തമായ തന്ത്രപരവും സാങ്കേതികവുമായ കൂട്ടുകെട്ടിൻ്റെ പ്രഖ്യാപനം കൂടിയാണ്. ഇന്ത്യയും ഇസ്രയേലും തമ്മിലുള്ള ബന്ധത്തിന് ദീർഘകാലത്തെ ചരിത്രമുണ്ട്. എന്നാൽ ഇന്ന് കാണുന്ന തരത്തിലുള്ള പരസ്യമായ ആലിംഗനങ്ങളിലേക്ക് ഈ സൗഹൃദം എത്തുന്നതിന് മുമ്പ് വലിയൊരു നയതന്ത്ര നിശബ്ദതയുടെ കാലമുണ്ടായിരുന്നു. 1948 ഇസ്രയേൽ രൂപീകൃതമായ സമയത്ത് പശ്ചിമേഷ്യയിലെ വലിയൊരു വിഭാഗം അറബ് രാജ്യങ്ങളുടെ താൽപ്പര്യങ്ങളെയും പാലസ്തീൻ ജനതയുടെ അവകാശങ്ങളെയും മുൻനിർത്തി ഇന്ത്യ ഇസ്രയേലിനോട് ഒരു അകലം പാലിച്ചിരുന്നു. ചേരിചേരാ നയത്തിന്റെ വക്താവായിരുന്ന ഇന്ത്യ പാലസ്തീൻ വിഷയത്തിൽ ശക്തമായ നിലപാട് സ്വീകരിച്ചതിനാൽ ഇസ്രയേലുമായി ഔദ്യോഗിക നയതന്ത്ര ബന്ധം സ്ഥാപിക്കാൻ ദശാബ്ദങ്ങൾ വൈകി. എന്നാൽ 1992 നരസിംഹറാവു സർക്കാരിൻ്റെ കാലത്താണ് ഇരു രാജ്യങ്ങളും തമ്മിൽ പൂർണ്ണമായ നയതന്ത്ര ബന്ധം ആരംഭിക്കുന്നത്. അവിടെ നിന്നങ്ങോട്ട് പല സർക്കാരുകൾ മാറി മാറി വന്നെങ്കിലും ഇസ്രയേലുമായുള്ള ബന്ധം തളരാതെ മുന്നോട്ട് പോയി. അതിലേറ്റവും വലിയ വഴിത്തിരിവുണ്ടാകുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭരണകാലത്താണ്. ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ആദ്യമായി ഇസ്രയേൽ സന്ദർശിക്കുന്നത് ചരിത്രപരമായ ഒരു മാറ്റത്തിൻ്റെ തുടക്കമായിരുന്നു. നെതന്യാഹുവിൻ്റെ ഇപ്പോഴത്തെ പരാമർശം ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഈ ഔദ്യോഗിക ഇസ്രയേൽ സന്ദർശനം കഴിഞ്ഞ് മാസങ്ങൾക്ക് ശേഷമാണ് വരുന്നത് എന്നത് ശ്രദ്ധേയമാണ്. അന്ന് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം സമാധാനം, നവീകരണം, സമൃദ്ധി എന്നിവയ്ക്കായുള്ള പ്രത്യേക തന്ത്രപരമായ പങ്കാളിത്തം എന്ന നിലയിലേക്ക് ഔദ്യോഗികമായി ഉയർത്തപ്പെട്ടു. എന്തുകൊണ്ടാണ് ഇസ്രയേൽ എന്ന ചെറിയ രാജ്യം ഇന്ത്യയെപ്പോലെയൊരു വൻ ശക്തിക്ക് ഇത്രയധികം പ്രിയപ്പെട്ടതാകുന്നത് എന്ന ചോദ്യത്തിന് കൃത്യമായ മറുപടിയുണ്ട്. ഇരു രാജ്യങ്ങളും നേരിടുന്ന സുരക്ഷാ വെല്ലുവിളികളിലെ സമാനതകളാണ് ഇവരെ പരസ്പരം അടുപ്പിക്കുന്ന പ്രധാന ഘടകം. അതിർത്തി കടന്നുള്ള ഭീകരവാദവും അയൽ രാജ്യങ്ങളിൽ നിന്നുള്ള നിരന്തരമായ ഭീഷണികളും ഇന്ത്യയും ഇസ്രയേലും ഒരുപോലെ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളാണ്. സൈനിക പ്രതിരോധ രംഗത്ത് ഇന്ത്യയുടെ ഏറ്റവും വിശ്വസ്തനായ പങ്കാളികളിലൊന്നാണ് ഇന്ന് ഇസ്രയേൽ. കാർഗിൽ യുദ്ധകാലത്ത് ഇന്ത്യക്ക് അടിയന്തരമായി യുദ്ധസാമഗ്രികളും കൃത്യമായ ഉപഗ്രഹ വിവരങ്ങളും നൽകി സഹായിച്ച ചരിത്രം ഇസ്രയേലിനുണ്ട്. ഇന്ന് ഇന്ത്യൻ സായുധ സേന ഉപയോഗിക്കുന്ന അത്യാധുനിക ഡ്രോണുകൾ, മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ, റഡാറുകൾ എന്നിവയുടെ പ്രധാന സ്രോതസ് ഇസ്രയേലാണ്. വെറുമൊരു കച്ചവടക്കാരനും ഉപഭോക്താവും എന്നതിനപ്പുറം അത്യാധുനിക പ്രതിരോധ സാങ്കേതിക വിദ്യകൾ ഇന്ത്യയിൽ വെച്ച് തന്നെ സംയുക്തമായി വികസിപ്പിച്ചെടുക്കുന്ന ഘട്ടത്തിലേക്ക് ഈ സഹകരണം വളർന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ആഗോളതലത്തിൽ ഇസ്രയേലിനെ ഒറ്റപ്പെടുത്താൻ ശ്രമങ്ങൾ നടക്കുമ്പോഴും തങ്ങളുടെ സുരക്ഷാ താൽപ്പര്യങ്ങൾ മുൻനിർത്തി ഇന്ത്യ ഇസ്രയേലിനൊപ്പം ഉറച്ചു നിൽക്കുന്നു. ഇന്ത്യ ഇസ്രയേൽ ബന്ധം കേവലം തോക്കുകളിലും വെടിയുണ്ടകളിലും മാത്രം ഒതുങ്ങുന്ന ഒന്നല്ല, മറിച്ച് അത് സാധാരണക്കാരായ മനുഷ്യരുടെ ജീവിതത്തെ സ്വാധീനിക്കുന്ന മറ്റു പല മേഖലകളിലേക്കും പടർന്നു പന്തലിച്ചിരിക്കുന്നു. ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് കൃഷിയും ജല മാനേജ്മെൻറ്റുമാണ്. ഭൂരിഭാഗം പ്രദേശങ്ങളും മരുഭൂമിയായിരുന്നിട്ടും കൃഷിയിൽ അത്ഭുതങ്ങൾ സൃഷ്ടിച്ച രാജ്യമാണ് ഇസ്രയേൽ. തുള്ളിനന, അതായത് ഡ്രിപ്പ് ഇറിഗേഷൻ പോലെയുള്ള ജലസംരക്ഷണ കൃഷിരീതികൾ ഇന്ത്യയിലെ കർഷകർക്ക് പരിചയപ്പെടുത്തുന്നതിൽ ഇസ്രയേൽ വലിയ പങ്കുവഹിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ ഇസ്രയേലിൻ്റെ സാങ്കേതിക സഹായത്തോടെ നിരവധി കൃഷി മികവിൻ കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. ജലക്ഷാമം നേരിടുന്ന ഇന്ത്യൻ ഗ്രാമങ്ങളിൽ ഇസ്രയേലിൻ്റെ ജലശുദ്ധീകരണ സാങ്കേതിക വിദ്യകൾ വലിയ മാറ്റങ്ങളാണ് വരുത്തുന്നത്. ഇതിനു പുറമെ സൈബർ സുരക്ഷ, ആരോഗ്യം, സംരംഭകത്വം, സ്റ്റാർട്ടപ്പുകൾ എന്നീ മേഖലകളിലും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം ശക്തമാണ്. വിവര സാങ്കേതിക വിദ്യയിൽ ഇന്ത്യക്കുള്ള മനുഷ്യ വിഭവശേഷിയും നവീകരണ രംഗത്ത് ഇസ്രയേലിനുള്ള മികവും ഒത്തുചേരുമ്പോൾ അത് ഇരു രാജ്യങ്ങളുടെയും സാമ്പത്തിക വളർച്ചയ്ക്ക് വലിയ ഊർജ്ജമാണ് നൽകുന്നത്. അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിൽ ഇന്ത്യ സ്വീകരിക്കുന്ന സന്തുലിത നയത്തിൻ്റെ ഏറ്റവും മികച്ച ഉദാഹരണമാണ് ഇസ്രയേലുമായുള്ള ബന്ധം. ഇസ്രയേലുമായി ഇത്രയധികം അടുത്ത ബന്ധം പുലർത്തുമ്പോഴും പലസ്തീൻ ജനതയുടെ അവകാശങ്ങളെ ഇന്ത്യ പൂർണ്ണമായി തള്ളിക്കളഞ്ഞിട്ടില്ല. പലസ്തീന് സ്വന്തമായി ഒരു രാജ്യം വേണമെന്ന നിലപാടിനെ ഇന്ത്യ ഇപ്പോഴും തത്വത്തിൽ പിന്തുണയ്ക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇസ്രയേലിൻ്റെ ശത്രുരാജ്യമായ ഇറാനുമായും അറബ് ലോകത്തെ പ്രമുഖ ശക്തികളായ സൗദി അറേബ്യ, UAE എന്നിവരുമായും ഇന്ത്യക്ക് മികച്ച നയതന്ത്ര ബന്ധമാണുള്ളത്. ഈ രാജ്യങ്ങളെയെല്ലാം പരസ്പരം അകറ്റി നിർത്താതെ സ്വന്തം താൽപ്പര്യങ്ങൾക്കനുസരിച്ച് ഒപ്പം നിർത്താൻ സാധിക്കുന്നു എന്നത് ഇന്ത്യൻ നയതന്ത്രത്തിൻ്റെ വലിയ വിജയമാണ്.
നെതന്യാഹു ഇന്ത്യയിൽ നിന്നുള്ള പിന്തുണയെക്കുറിച്ച് വാചാലനാകുമ്പോൾ അത് ഇന്ത്യ തങ്ങളുടെ പരമാധികാരവും വിദേശ നയവും ആരുടെയും സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാതെ സ്വന്തമായി തീരുമാനിക്കുന്നു എന്നതിൻ്റെ തെളിവാണ്. ഇന്ത്യയിൽ ഇസ്രയേലിനോടുള്ള ഭ്രാന്തമായ സ്നേഹത്തെക്കുറിച്ചും തനിക്കുള്ള ഫോളോവേഴ്സിനെക്കുറിച്ചും നെതന്യാഹു നടത്തിയ പരാമർശം വർത്തമാനകാലത്തെ സമൂഹ മാധ്യമങ്ങളുടെ സ്വാധീനത്തെ കൂടി വെളിപ്പെടുത്തുന്നതാണ്. ഇന്ത്യയിൽ വലിയൊരു വിഭാഗം ജനങ്ങൾ, പ്രത്യേകിച്ച് യുവാക്കൾ, ഇസ്രയേലിൻ്റെ ശാസ്ത്ര സാങ്കേതിക മികവിനെയും അവരുടെ പ്രതിരോധ വീര്യത്തെയും വലിയൊരു രീതിയിൽ ആരാധിക്കുന്നുണ്ട്. സമൂഹ മാധ്യമങ്ങളിൽ ഇസ്രയേലിന് അനുകൂലമായി ഉയരുന്ന വലിയ പിന്തുണ നെതന്യാഹുവിനെ പോലെയുള്ള ലോക നേതാക്കൾ കൃത്യമായി ശ്രദ്ധിക്കുന്നുണ്ട്. ഒരു ജനാധിപത്യ രാജ്യത്തിലെ പൊതുജന വികാരം അവിടുത്തെ വിദേശ നയ രൂപീകരണത്തെ പോലും സ്വാധീനിക്കുന്ന ഒന്നാണ്. തങ്ങളെ തള്ളിപ്പറയുന്ന പാശ്ചാത്യ രാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യയിലെ കോടിക്കണക്കിന് വരുന്ന ജനങ്ങളുടെ ഈ പിന്തുണ ഇസ്രയേലിന് നൽകുന്ന മാനസികമായ കരുത്ത് ചെറുതൊന്നുമല്ല. ചുരുക്കത്തിൽ ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ വാക്കുകൾ ഇന്ത്യയും ഇസ്രയേലും തമ്മിലുള്ള ബന്ധം പുതിയൊരു യുഗത്തിലേക്ക് പ്രവേശിച്ചതിൻ്റെ വ്യക്തമായ സൂചനയാണ്. ആഗോള രാഷ്ട്രീയത്തിലെ ഒറ്റപ്പെടുത്തലുകളെ പ്രതിരോധിക്കാൻ ഇസ്രയേലിന് ഇന്ത്യയെപ്പോലെ ഒരു വൻ ശക്തിയുടെ സൗഹൃദം അനിവാര്യമാണ്. തിരിച്ചും ഇന്ത്യയുടെ സാങ്കേതികവും സുരക്ഷാപരവുമായ ആവശ്യങ്ങൾക്ക് ഇസ്രയേലിൻ്റെ പിന്തുണ വലിയ സഹായമാണ്. ചരിത്രത്തിലെ വിയോജിപ്പുകളെ മറികടന്ന് പരസ്പരം ബഹുമാനത്തിലും തുല്യ പങ്കാളിത്തത്തിലും അധിഷ്ഠിതമായ ഈ സൗഹൃദം വരും വർഷങ്ങളിൽ കൂടുതൽ ശക്തമാകും എന്ന് തന്നെയാണ് നയതന്ത്ര വിദഗ്ധർ വിലയിരുത്തുന്നത്. ഭൂമിശാസ്ത്രപരമായ അകലങ്ങൾക്കപ്പുറം സമാനമായ ലക്ഷ്യങ്ങളും താൽപ്പര്യങ്ങളുമുള്ള രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ഈ കൂട്ടുകെട്ട് ഇരു രാജ്യങ്ങളുടെയും ഭാവി വികസനത്തിലും സമാധാനത്തിലും നിർണായകമായ പങ്ക് വഹിക്കുമെന്നതിൽ സംശയമേയില്ല. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.